പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ ഔട്ടർ സൈഡ് സ്ഥിതി ചെയ്യുന്ന എല്ലപ്പട്ടി ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലപ്പട്ടി ഗ്രാമത്തിലാണുള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമം വലിയൊരു ഏരിയയിൽ തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മൊത്തം 3 ഡിവിഷൻ ഉണ്ട് കേട്ടോ. പശ്ചിമഘട്ട മലകളുടെ താഴെ തേയിലത്തോട്ടങ്ങൾ കൊണ്ടും അതിലേക്ക് ഉപരി പച്ചക്കറി കൃഷികൾ കൊണ്ടും വളരെ സമൃദ്ധമാണ് എല്ലപ്പട്ടി ഗ്രാമം. മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റൂട്ടിൽ 35 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലപ്പട്ടിയിലെത്താം കേട്ടോ. അപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിൽ ഈ ഒരു പ്രദേശം അറിയപ്പെട്ടിരുന്നത് ടോബി ലാൻഡ് എന്നായിരുന്നത് പറയുന്നുണ്ട് കേട്ടോ. അന്നിവിടെ താമസിച്ചിരുന്ന ടോബി എന്ന പ്ലാന്ററിൽ നിന്നാണ് ടോബി ലാൻഡ് എന്ന പേര് വന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വലിയൊരു ജനസമൂഹം ഈ ഒരു പ്രദേശത്ത് താമസമാവുകയും ഇതൊരു ഗ്രാമമായിട്ട് വളരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ടോബി ലാൻഡ് പിന്നീട് എല്ലപ്പട്ടിയായി മാറുകയാണ് ചെയ്തത്. അതായത് എല്ലൈ എന്നും പട്ടി എന്നും പേരുള്ള തമിഴ് പദങ്ങളിൽ നിന്നാണ് എല്ലൈപ്പട്ടി, അതായത് എല്ലപ്പട്ടി എന്ന പേരുണ്ടായത് കേട്ടോ. എല്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അല്ലെങ്കിൽ അതിർത്തി എന്ന് പറയും. പട്ടി എന്ന് പറഞ്ഞാൽ തമിഴിലെ ഗ്രാമങ്ങളെ അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റിനൊക്കെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ അവസാനത്തെ ഗ്രാമം അല്ലെങ്കിൽ അതിർത്തി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം എന്നാണ് അർത്ഥം. അപ്പോൾ ആ മലയുടെ താഴെ ഈ കാണുന്നതാണ് എല്ലപ്പട്ടി ഗ്രാമം. ഇത് ചെറിയൊരു പോർഷൻ മാത്രമാണ്. ഈ ഗ്രാമം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ തേയിലക്കുന്നുകൾ കാണാം, അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് താമസിക്കുന്ന ലയങ്ങൾ കാണാം. പിന്നെ ഏറെ വിശേഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പച്ചക്കറി കൃഷികൾ തന്നെയാണ് കേട്ടോ. കാണുന്ന താഴ്വാരത്ത് കാണുന്ന എല്ലാം വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ വട്ടവട ഭാഗത്തേക്ക് പോകുന്ന നിരവധി സഞ്ചാരികൾ ഈ ഒരു ഗ്രാമത്തിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തേക്കുന്നത് കാണാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ പച്ചക്കറികൾ ഇവരുടെ പക്കലിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങിക്കാം കേട്ടോ. ആ കാണുന്ന ലയങ്ങളിലൊക്കെ താമസിക്കുന്ന ഇവിടുത്തെ തോട്ടം തൊഴിലാളികളാണ് ഇവിടുത്തെ ഈ പച്ചക്കറികളെല്ലാം കൃഷി ചെയ്തേക്കുന്നത് കേട്ടോ. അവർ ഈ തോട്ടത്തിലെ ജോലിയും അതുപോലെ തന്നെ കിട്ടുന്ന സമയങ്ങളിൽ ഈ കൃഷിക്ക് വേണ്ടിയിട്ടും വിനിയോഗിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ലോക്കലിൽ നിന്ന് തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇവിടുന്ന് നല്ല രീതിയിൽ എറണാകുളം ഭാഗത്തേക്കും പച്ചക്കറികൾ കയറി പോകുന്നുണ്ട്. വട്ടവട ഭാഗത്ത് കൃഷി ചെയ്യുന്ന രീതിയിലുള്ള പച്ചക്കറികളാണ് ഇവിടെ ഈ ഒരു ഗ്രാമങ്ങളിലും കൃഷി ചെയ്യുന്നത്. ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലപ്പട്ടി ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് ഷോലക്കാടുകളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ടോപ്പ് വാലി ട്രക്ക് വളരെ നല്ല ട്രക്കിംഗ് അനുഭവം തരുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ നിരവധി പേരാണ് ഈ ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങ് താഴേക്ക് ഇറങ്ങി വന്നേ. നമുക്ക് ആ ഗ്രാമത്തിലൊക്കെ ചെന്നിട്ടേ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അതുപോലെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇവിടെ നോക്കി കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നത്. ഈ തേയിലക്കുന്നുകളുടെ താഴ്വാരത്താണ് ഈ കൃഷി ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു പാലം കണ്ടോ? ഇതുണ്ടോ, തടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ യൂക്കാലിപ്സ് മരത്തിൻ്റെ തടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. അതിൽ ചെറിയൊരു തോട് ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിത് ആ ഗ്രാമത്തിലേക്ക് കയറാവേ. അവിടെ കുറേ ലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെരുവിലൂടെ അങ്ങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തേക്കുന്ന ആ പാടശേഖരങ്ങളിലേക്ക് ഇറങ്ങാം കേട്ടോ. ഇവരുടെ അനുവാദം ചോദിക്കണം, അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല കേട്ടോ. ചോദിച്ചിട്ട് നമുക്ക് ഇറങ്ങിപ്പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ കൂടുതലും തമിഴ് വംശജരാണ് കേട്ടോ താമസിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെയുള്ള വീടുകളിലും ഇതൊക്കെ ലയങ്ങളാണ്. അപ്പം മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്ക് കടന്നു പോകുന്ന മെയിൻ റോഡാണിത്. ആ മോളിൽ കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് ചെറിയൊരു വഴിയൊക്കെയുണ്ട്. ഇതിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ റോഡുകൾ ഈ ഗ്രാമത്തിനുള്ളിലൂടെ പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നടന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ കൃഷിയിടങ്ങളിലേക്കൊക്കെ അനുവാദമില്ലാതെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഈ പണി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമുക്ക് ഇതിനുള്ളിൽ ഇറങ്ങിയിട്ട് കാഴ്ചകളെ കാണാം. എന്തായാലും ഇപ്പോൾ ആരെയും അങ്ങനെ കാണുന്നില്ല കേട്ടോ. ഇങ്ങനെ കോമ്പൗണ്ട് തിരിച്ചേക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനുള്ളിലാണ് ഈ കൃഷികളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ക്യാബേജ് ചെയ്തേക്കുന്നത് കാണാം. അതുപോലെ തന്നെ ബ്രൊക്കോളി ഉണ്ട്, പിന്നെ ബീട്രൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ വേലി കെട്ടി തിരിച്ചേക്കുവാണ്. അപ്പോൾ ഇത് ടാറ്റ കമ്പനിയുടെ ലാൻഡാണ്. കണ്ണന്തവൻ ഹിൽസിൻ്റെ താഴെയാണ് ഈ ഗ്രാമം ഉള്ളത് കേട്ടോ. ഇവർക്ക് ഈ തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് 40 വർഷത്തേക്ക് ലീസിന് കൊടുത്തേക്കുന്നതാണ് കമ്പനി. അപ്പോൾ അവിടെയാണ് ഇവർ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഈ തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു വലിയ മരവും അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു അമ്പലത്തിൻ്റെ മാതൃക. ഇങ്ങനെ ഉള്ള അമ്പലങ്ങളൊക്കെ നമ്മൾ തമിഴ്നാട്ടിലല്ലേ കൂടുതലും കാണണം. ഇവിടെ താമസിക്കുന്ന കൂടുതൽ പേരും ഒട്ടുമിക്ക എല്ലാവരും തന്നെ അതേന്ന് പറയാം. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് പണ്ട് ഇവിടെ ഈ തൊഴിലിനൊക്കെ തോട്ടം തൊഴിലിന് വേണ്ടിയിട്ട് വന്നവരാണ് കേട്ടോ. അതുകൊണ്ട് ഒരു തമിഴ് ടച്ചൊക്കെ നമുക്ക് തോന്നും. അതിപ്പം മൂന്നാർ ടൗണിൽ വന്നാലും നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു രീതിയൊക്കെയാണ് തോന്നുന്നത്. അവിടെ കൂടുതൽ കച്ചവടങ്ങൾ നടത്തുന്നവരും അവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് കൂടുതൽ പേരും തമിഴ്നാട്ടുകാരാണ് കണ്ടോ. ഇതിനുള്ളിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, അതെല്ലാം ഇങ്ങനെ അടച്ചു വെച്ചേക്കുവാണ് കണ്ടോ. നിലമൊക്കെ ഒരുക്കിയിട്ടേക്കണമല്ലോ ഓരോ കൃഷികളൊക്കെ ചെയ്യാനായിട്ട്.
ഈ വേലി നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടെ ഈ റോസ ചെടിയാണ് കേട്ടോ, അത് നിറയെ പൂത്ത് നിൽക്കുന്ന കണ്ടില്ലേ. കുഞ്ഞിക്കിടാങ്ങളൊക്കെ മേയുന്ന കണ്ടില്ലേ. ഈ കൃഷിക്ക് പുറമെ പശു വളർത്തലും ഉണ്ടേ ഇവിടെയുള്ളവർ. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിനുള്ളിലൂടെ ഇങ്ങനെയുള്ള ചെറിയ അരുവികളൊക്കെ ഒഴുകി പോകുന്നത് കാണാം. അപ്പോൾ ഈ അരുവികളിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ, പമ്പ് ചെയ്തെടുക്കുന്നുണ്ട് കൃഷിക്ക് ആവശ്യമായിട്ട്. പിന്നെ വളമായിട്ട് ചാണകം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ കാണുന്നത് ഒരു പശുത്തൊഴുത്താണ്. ഇത് വലിയൊരു തൊഴുത്താണേ. ഇത് ഒരാളുടെ അല്ല കേട്ടോ, ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന പലരുടെയും പശുക്കളെ വളർത്താനായിട്ട്. അതായത് കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്, കമ്പനി കൊടുത്തേക്കുന്നതാണ് ഇവർക്ക്. അവിടെ ഒരുപാട് പശുക്കൾക്ക് നിൽക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര പശുവുണ്ട്? നമുക്ക് 3 പശുവും 2 കന്നുകുട്ടിയും ഉണ്ട്. ആ, ഇതിങ്ങനെ പല ആളുകളുടെ ആയിട്ടാ അല്ലേ? ആ ആ, ஒரு 8 மெம்பர் இருக்குது. அங்கே ஒரு தொழு இருக்குது. 8 പേരുടെ. ആ ആ, ഓക്കെ. അങ്ങോട്ട് തള്ളി പോണ മല്ലി ഉണ്ട്. ഓക്കെ, ഇവിടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബീൻസ് ഉണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ, അതുണ്ടോ ബീൻസ് കണ്ടില്ലേ. ഓ, ബീൻസ് ഇങ്ങനെയാണ് വളരുന്നത്. അതായത് ഇങ്ങനെ കമ്പ് നാട്ടിയിട്ട് അതിൽ കൂടെ ഇങ്ങനെ പടർന്നു പോയേക്കുവാണേ. അവിടെ താഴെ ഒരു ചേച്ചി പണിയുന്നുണ്ടേ. ഇവിടെ ഈ പന്നികളുടെയൊക്കെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പന്നികൾ, അതുപോലെ കുരങ്ങന്മാർ, മാന്, ഇതൊക്കെ ആ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നൊരു വഴിയാണ്. 2 സൈഡിലും വേലി, ചെടികൾ വളർന്നൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കാണാൻ. അവിടെ പൊട്ടറ്റോ ആണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ചാണകമൊക്കെ കൊണ്ട് ഇറക്കിക്കുന്നുണ്ടല്ലേ. ചാണകമാണ് ഇവിടെ പ്രധാനമായിട്ടും വളമായിട്ട് ഉപയോഗിക്കുന്നത്. പൊട്ടറ്റോ വിളവെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് പോയതാണോ? ആ ഓ, ആ കേട് വന്ന് പോയതാ അല്ലേ? ഓക്കെ, ഇത് വിളവെടുത്ത് കഴിഞ്ഞല്ലേ? എടുത്തു കഴിഞ്ഞല്ലേ മൊത്തം? இதெல்லாம் கழிக்கணும். களியில നല്ലതുണ്ട് കേട്ടോ. நம்ம இது கழிக்கலாம். ആ, ഇവിടുന്ന് കണ്ടോ, ഇത് പൊട്ടറ്റോ പാടമാണ് ഈ കാണുന്നത്. അപ്പോൾ വിളവെടുത്തിട്ട് ഈ കേടായതൊക്കെയാണ് കിടക്കുന്നത്. അതിന് നല്ലതുണ്ട് കേട്ടോ, ഈ വലിപ്പം കുറഞ്ഞു, ഇതൊക്കെ നല്ലതാണ്. ആ ആ ഓക്കെ, ഇവിടെ വിളവെടുത്ത് വെച്ചേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ആ ഓക്കെ. ഓ, ഇത് ഇങ്ങനെ തന്നെ സെയിൽ പണ്ണുവാ? അത് മാർക്കറ്റ് എറണാകുളം. ആ ആ, ഞാൻ പറഞ്ഞില്ലേ എറണാകുളമാണ് മെയിനായിട്ടുള്ള മാർക്കറ്റ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊട്ടറ്റോ. അപ്പം ഇങ്ങനെ എടുപ്പം കുറച്ചൊക്കെ കേട് വരും അല്ലേ? എല്ലാം നല്ല രീതിയിൽ കിട്ടില്ലല്ലോ. അങ്ങനെ പോയതൊക്കെ ഇവിടെ ചെതറി കിടക്കുന്നുണ്ട് കേട്ടോ. ടൈമായി പോയോ? ആ, ഇത് നടിയുന്ന ടൈം ഏതാ? നടുന്ന ടൈം 90 നാൾ വേണം അല്ലേ? അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ പൊട്ടറ്റോ ചെടി. അത് കണ്ടില്ല, അതിനി പറിക്കാനായിട്ടുള്ളതാണേ. അതിങ്ങനെ കണ്ടം പോലെ ഒരുക്കിയേക്കുവാണ്, ഈ ഇഞ്ചിക്കണ്ടം പോലെയൊക്കെയാണ് അങ്ങനെ ഒരുക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എല്ലാ കൃഷിയിടങ്ങളിലും ഇങ്ങനെ വേലി കെട്ടി തിരിച്ചേക്കുവാണേ. ഇത് എവിടെയൊക്കെ സോളാറിൻ്റെ വൈദ്യുത വേലി സ്ഥാപിച്ചേക്കുന്നത് കാണാം. ഈ മൃഗങ്ങൾ, ഈ പന്നിയൊക്കെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ താഴെ നിന്ന് ഇതേ മേളിലേക്ക് കയറി വന്നു കേട്ടോ, എല്ലപ്പട്ടി ടൗണിലേക്ക് വന്നു. ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ടൗണാണ്. അപ്പോൾ ആ ഒരു പ്രദേശം കണ്ടില്ലേ, അപ്പോൾ അവിടെയാണ് ആദ്യം പോയത് കേട്ടോ. ഇവിടെ താഴേന്ന് പറിച്ചുകൊണ്ട് തന്നെ ക്യാരറ്റ് ഇവിടെ വെച്ച് വിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ കടകളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഇവിടെ വെച്ചേക്കുന്നത് കണ്ടില്ലേ. അത് അവിടുന്ന് പറിച്ച് കൊണ്ടുവന്നിട്ട് ഇത് വെള്ളത്തിൽ അതിൻ്റെ ചെളിയെല്ലാം കഴുകി കണ്ടില്ലേ, ചെളിയൊക്കെ ഉണ്ടാവും കേട്ടോ പറയുമ്പോൾ നല്ല രീതിയിൽ. എല്ലാം കഴുകി ഇവിടെ വിൽക്കാനായിട്ട് ഇങ്ങനെ ഓരോ കെട്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതെന്നാ റേറ്റ്? 25 രൂപ കെട്ടില്ല അല്ലേ? ഇത് ഇന്ന് പറിച്ചാണോ? അതെ അല്ലേ? എല്ലാ ദിവസവും എടുക്കുമോ? ആ, അല്ല മധുരം ഉണ്ടോ? ആ, എന്നാൽ ഒരു കെട്ട് വേണം. 25 രൂപ അല്ലേ? എല്ലപ്പട്ടിയിലെ പോസ്റ്റ് ഓഫീസ് നമുക്ക് ഈ അവിടെ തന്നെ കാണാം. ഇതൊക്കെ വേലിച്ചെടികളൊക്കെ നട്ട് വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പഴയ ഒരു കെട്ടിടത്തിലാണ് ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ പിൻകോഡ് ഉണ്ടോ? 655 615 എല്ലപ്പട്ടി. അപ്പോൾ അവിടെ എല്ലപ്പെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഈ ബോർഡിൽ എല്ലപ്പട്ടി. അപ്പോൾ ശരിക്കും അതായിരിക്കും. ആ, ഇവിടെ ഒരു മരം കേട്ടോ, കടയ്ക്ക് ഉള്ളിലൂടെ. ആ മരം വെട്ടിക്കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ നിർത്തിയേക്കുവാണേ. ഇത് കണ്ടില്ലേ, ഇതൊരു ചായക്കടയാണേ. ആ ചായക്കടയുടെ മേളിലൊരു മരം, ആ മരം അങ്ങനെ വെട്ടിക്കളയാതെ നിർത്തിയേക്കുവാണ്. ഈ ബൊക്കയൊക്കെ ഉണ്ടാക്കുന്ന
ഇതിൻ്റെ ഇല വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ചടച്ചൗക്ക എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. ഇതൊക്കെ കടയ്ക്ക് ഉള്ളിലൂടെ മേളിലേക്ക് വളർന്നു പോയേക്കുവാണ്. അതുപോലെ തന്നെ മരത്തിൻ്റെ തടിയൊന്നും കാണത്തില്ല, അതിങ്ങനെ തകര ഷീറ്റൊക്കെ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ. കൊള്ളാം അല്ലേ? ആ മരം എന്തായാലും കളയാതെ നിർത്തിയത് നല്ല കാര്യമാണ്. ഈ മരത്തിൻ്റെ ഒരു ന്യൂസ് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കൊള്ളാം എന്തായാലും. ഇത് ഒത്തിരി വർഷം പഴക്കമുണ്ടോ? 30 കൊല്ലം പഴക്കമുണ്ടല്ലേ? ആ ഓക്കെ. പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. മരക്കുട എന്നൊക്കെ പറഞ്ഞു. മൂന്നാർ വട്ടവട റോഡിലെ എല്ലപ്പെട്ടിയിൽ ആൻ്റണി സാമുവേലിൻ്റെ ചായക്കടയിൽ നിൽക്കുന്ന അലങ്കാര മരം. കൊള്ളാം. ഇതൊരിക്കലും വെട്ടിക്കളയത് കേട്ടോ. ആ ഇതിങ്ങനെ വെട്ടി നിർത്തുന്നുണ്ടോ? ഇത് വെട്ടി റൗണ്ട് ആയിട്ട് കൊടയായിട്ട് നിർത്തും. എങ്ങനെ വെച്ചാൽ ഭയങ്കര കഷ്ടത്തിലാണ് ഇത് പണ്ണത്. എങ്ങനെ വെച്ചാൽ ഇത് മരത്തില് നീ ചായ അടിക്കുമ്പോ മൊത്തം വെള്ളം മേലെ വരും. വലിയ മരം ആർന്നല്ലേ? അല്ല വെട്ടി ഇത് ചെറിയ മരമായിരുന്നു, ഇത് വലുതായി. അപ്പൊ എങ്ങനെ വെച്ചാല് ഇത് വെട്ടിക്കളയാതെ ഭയങ്കര കഷ്ടപ്പെട്ടില്ല ഇത് വെച്ചത്. ഐഡിയ ചെയ്ത് ശരി ഇങ്ങനെ വെച്ചാല് ഇത് വെട്ടിക്കളയാതെ തണ്ണി വെള്ളം ഒഴുകും. ഈ താഴെ പോകുന്നുണ്ട്. ഇതിൽ ഓസ് ഇട്ടിട്ട് മരത്തിക്ക് തേവപ്പെട്ട വെള്ളം താഴെ പോകും. ശരി ശരി ശരി. അത് മരത്തിക്ക് തേവുള്ള വെള്ളം ഇതിൽ നിൽക്കും, മീതി വെള്ളം അങ്ങോട്ട് താഴെ പോകും അല്ലേ? ഒഴുകി പോകും. റൂഫിൽ വീഴുന്ന മഴവെള്ളം കടയ്ക്കുള്ളിലാവാതെ കൃത്യമായിട്ട് താഴേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഈ മരം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ഒരു കുട നിവർത്തി വെച്ചേക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ഗ്രൂം ചെയ്ത് നിർത്തുവേ, ഇങ്ങനെ മേളിലേക്ക് വളർന്നു പോകാതിരിക്കാനായിട്ട്. ഇത് വന്ന് പകുതി മല ഉച്ചി മല കണ്ടോ, അതിലെ കേരള ബാർഡർ, അപ്പുറത്ത് തമിഴ്നാട് ബാർഡർ. അവിടെ ഒരു ക്ലോട്ട് പമ്പ്, ആ മലയെ കണ്ടോ ഉച്ചി ക്ലോട്ട് പമ്പ്, ടെന്റ് ക്യാമ്പ്. ഇത് ബോർഡർ അല്ലേ? ഇത് ബോർഡർ, ഈ മലയുടെ അപ്പുറം തമിഴ്നാടാണ്. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ടോപ്പ് സ്റ്റേഷൻ. ടോപ്പ് സ്റ്റേഷൻ എഴുതിയിട്ടുണ്ട്. വട്ടവടക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? വട്ടവട 16 കിലോമീറ്റർ. പിന്നെ 7 ഡിവിഷൻ തമിഴ്നാട്. പിന്നെ ഇപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോയി കേരള. ഓക്കെ. അപ്പോൾ എല്ലപ്പെട്ടി 3 ഡിവിഷൻ. ആദ്യത്തെ ഡിവിഷൻ KKT അല്ലേ? KKT ഇത് സെൻട്രൽ ഡിവിഷൻ, അതായത് ഇതാണ് നടുക്ക് വരുന്നത് സെൻട്രൽ ഡിവിഷൻ. നമ്മൾ ആദ്യം പോയത് വെസ്റ്റ് ഡിവിഷൻ. അങ്ങനെ 3 ഡിവിഷനാണുള്ളത്. കണ്ടോ താഴെ നമുക്ക് ആ ഗ്രാമങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ, കൃഷിയിടങ്ങളുടെയൊക്കെ കണ്ടില്ലേ? മൊത്തം കംപ്ലീറ്റ്. അതായത് നമ്മൾ വട്ടവടയിലൊക്കെ കാണുന്ന രീതിയിലുള്ള, വട്ടവടയിലൊക്കെ ഒരു മിനി വട്ടവട, അല്ലെങ്കിൽ മൂന്നാറിൻ്റെ ഒരു പച്ചക്കറി ഗ്രാമം എന്നൊക്കെ പറയാം കേട്ടോ നമുക്ക് എല്ലപ്പെട്ടീനെ. അപ്പോൾ എല്ലപ്പെട്ടിയിലെ ടൗൺ എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഡിവിഷനിലാണ് വരുന്നത് കേട്ടോ. കടകളൊക്കെ ഇവിടെയാണ് ഉള്ളത്. ഇവിടെയാണ് പോസ്റ്റ് ഓഫീസ്, നമ്മൾ ആദ്യം കണ്ട പോസ്റ്റ് ഓഫീസ്. അതുപോലെ തന്നെ ഇവിടെ കുറേ കടകളൊക്കെ കാണാം. എല്ലപ്പെട്ടിയിൽ റേഷൻ കട ഇവിടെ സെൻട്രൽ ഡിവിഷനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഉള്ള കടകൾ ഈ പ്രൊവിഷൻ സ്റ്റോർസൊക്കെ ഇവിടെയാണ് വരുന്നത്. ചായക്കടകൾ, അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട്, അത്യാവശ്യമുള്ള കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലപ്പെട്ടിയിലെ സെൻറ്റ് തെരേസാസ് ചർച്ച്, റോമൻ കാത്തലിക് ചർച്ചാണിത് ഈ കാണുന്നത് കേട്ടോ. 1918 സ്ഥാപിച്ച പള്ളിയാണ്. വിജയപുരം ഇടവയുടെ കീഴിലുള്ള പള്ളിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഷേപ്പല്ലേ പള്ളി കാണാൻ. പള്ളിയുടെ മുമ്പിലായിട്ട് കാണുന്നത് ക്യാരറ്റ് കണ്ടങ്ങളാണ്. അവിടെ നിന്ന് വിളവെടുത്ത് വെച്ചേക്കുന്നത് കാണാം. പിന്നെ സ്പ്രിംഗ്ലർ വെച്ചിട്ട് ക്യാരറ്റ് ചെടികളൊക്കെ നനയ്ക്കുന്നത് കാണാം. തോട്ടങ്ങളിൽ നിന്നൊക്കെ പണി കഴിഞ്ഞ് ലൈങ്ങളിലേക്കൊക്കെ പോകുന്ന തൊഴിലാളികളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ എല്ലപ്പെട്ടിയിലെ KKT ഡിവിഷനാണ് ഇത്. നമ്മൾ മൂന്നാറിൽ നിന്ന് വരുമ്പോൾ ആദ്യം KKT ഡിവിഷനാണ്, പിന്നെ സെൻട്രൽ ഡിവിഷനും. നമ്മൾ ആദ്യം പോയത് വെസ്റ്റ് ഡിവിഷനിലേക്കാണ്. ഇവിടുന്ന് തോട്ടങ്ങളിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വന്ന ഫ്രഷ് പച്ചക്കറികൾ, ഇവിടെ തന്നെ ഈ ഗ്രാമത്തിൽ തന്നെ വിളയുന്ന പച്ചക്കറികൾ വിൽക്കുന്നുണ്ടല്ലേ. നല്ല ഫ്രഷ് ബീൻസ് ഉണ്ട്, ചെറിയ ഉരുളക്കിഴങ്ങുകൾ കണ്ടില്ലേ, അതുപോലെ ക്യാരറ്റ് കണ്ടില്ലേ, നല്ല ഫ്രഷ് ബീട്രൂട്ട്. ഇതൊക്കെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. അതുപോലെ ക്യാരറ്റ് എന്നാ വില? ഇതിങ്ങനെ കിലോ ആയിട്ടല്ലേ, ഒരു കെട്ടാണ്. ഒരു കെട്ട് എന്നാ വില ഇത്? 30 രൂപ. ഇവിടെ 30 രൂപയാണ് കേട്ടോ. ഒരു 5-6 പീസ് ഒക്കെ ഉണ്ടേ. അതുപോലെ ഇതെങ്ങനെ? ഇതും കെട്ടായിട്ടാണ് 50, ഒരു കെട്ടിന് 50. ഇത് കിലോ ആണെന്നുണ്ടെങ്കിൽ എത്ര കാണും? 1 കിലോ ഉണ്ട്. 1 കിലോ ഉണ്ടോ? ഇതെന്നാ വില ഉരുളക്കിഴങ്ങ്? 30 രൂപ പോടും. 30 രൂപ. ഇത് 20 പോടും. 20. അതായത് കിലോ 30 രൂപ. അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ്. അത് ഇത് തീരെ ചെറുതാണ്, അത് കുറച്ചുകൂടെ വലുതാണ്, അതുകൊണ്ടാണ്. പിന്നെ ബീൻസ് വന്നിട്ട് അതേ വില 100 രൂപ. കിലോയ്ക്ക് അല്ലേ? കിലോയ്ക്ക്. ഓക്കെ. ഇവിടെ വന്നാൽ നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ. നല്ലൊരു മഴ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. മഴ ചെറുതായിട്ട് ചാരി തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വഴി താഴേക്ക് പോയാൽ നമുക്ക് ആ ഗ്രാമത്തിലേക്ക് എത്താം കേട്ടോ. മഴ ഇനി എപ്പോൾ നിൽക്കുമോ ഒരു പിടുത്തമില്ല.
അപ്പോൾ കഴിക്കാനായിട്ട് ഇവിടെ മാഗി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബജ്ജികളൊക്കെ ഉണ്ട്, കായ ബജ്ജി ഉണ്ട്, ഉഴുന്നോടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂട് മാഗി, മഴ തണുപ്പ് മാഗി, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. മഴക്കാലം പതിയെ ആരംഭിക്കുവാണ്. ഇനിയിപ്പോൾ മഴ പോകുന്നത് നോക്കി നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. ഇവിടുന്ന് തന്നെ നല്ല കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന കൃഷിയിടങ്ങളും പുൽമേടുകളൊക്കെ ആയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ സ്കൂട്ടർ കൊണ്ട് താഴേക്ക് പോവാം. ഓ, കിട്ടിലിനൊരു ഇടിയാണ്, ഇടിവാളും പാഞ്ഞു പോകാനുണ്ട്. ഉയർന്ന പ്രദേശമായതുകൊണ്ടേ പണി ചിലപ്പോൾ കിട്ടും. എന്തായാലും നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഓ, ഇവിടെ ഒരു തേയില ഫാക്ടറി ഒക്കെ ഉണ്ടേ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലപ്പെട്ടിയിൽ നമ്മൾ ആദ്യം പോയ ഗ്രാമങ്ങളിലേക്കാളൊക്കെ കാണാൻ ഒരുപാട് കാഴ്ചകളുള്ളത്. ഹായ്, നല്ല സ്മെല്ല് ഈ തേയില ബോയിൽ ചെയ്യുന്നതിൻ്റെ. അത് ഇങ്ങനെ ഒരു പാലമൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നത്. വെയിലും വരുന്നുണ്ട്, ഈ മഴ മാറിയാൽ മതിയായിരുന്നു. ഇത് ഇവിടെ ഒരു റേഷൻ കടയുണ്ട്. എല്ലപ്പെട്ടി KKD ഡിവിഷനിലെ റേഷൻ കടയാണ്. KKD എന്നാട്ടോ, ഞാനധികം KKT എന്നാണ് പറഞ്ഞത്. ഓ, ഇടി നല്ലപോലെയാണ് വെട്ടുന്നത്. എല്ലപ്പെട്ടി ഫാക്ടറിയാണ് കാണുന്നത് കേട്ടോ. കണ്ണന്തേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനി ലിമിറ്റഡ്, റിപ്പിൾ ടീ. അത് ഈ തേയില ബോയിൽ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വിറകുകൾ വലിയൊരു ഷെഡിൽ അടുക്കി വെച്ചേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ എല്ലപ്പെട്ടി ദേവികുളം താലൂക്കിൻ്റെ പരിധിയിലാണ് വരുന്നത്. ഇവിടെ വലിയൊരു പുൽമൈതാനം നമുക്ക് കാണാം. ഉണ്ട്, ഇവിടെ റോളറൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഗ്രൗണ്ടൊക്കെ ലെവൽ ചെയ്യാനായിട്ടുള്ള. അതിലൊക്കെ പിടിച്ച് ചിലപ്പോൾ പണി കിട്ടും. ഇരുമ്പാണ്, ഇങ്ങനെ ഇടി ലൈവായിട്ടാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇവിടെ നിന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ആ കാണുന്ന എല്ലാം തന്നെ കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ താമസിക്കുന്ന ലയങ്ങളും അതുപോലെ ചെറിയ ഓഫീസുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. ഉണ്ടോ, വലിയ മലകൾ, ചുറ്റും മലകളുടെ നടുക്കാണ് കേട്ടോ ഇടിവെട്ടുന്നത്. അതുമാത്രമാണ് ചെറിയൊരു പേടിയുള്ളൂ. എന്തായാലും ഇവിടെ വന്നു, അപ്പോൾ പിന്നെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് കയറി പോവാം. ഇതേ അപ്പൂപ്പം നടന്നു വരുന്നതൊക്കെ കയ്യിൽ ഈ പണിയായുധങ്ങളൊക്കെയാണ് കേട്ടോ, തൂമ്പയും പിക്കാസും. പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. ഇവിടെ എന്തൊക്കെയോ നട്ട് വെച്ചിട്ടുണ്ട്. ചുറ്റും വേലിക്കെട്ടുകളാണ്, നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല കണ്ടോ. എല്ലാം തന്നെ ഇങ്ങനെ വേലി കെട്ടി അടച്ചു വെച്ചേക്കുവാണ്. എന്തായാലും മഴ പെയ്തപ്പോൾ ഈ പ്രദേശത്തിൻ്റെ മൂഡ് തന്നെ മാറിയിട്ടോ. ഈ കൃഷിയിടങ്ങളോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ലയങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ. അതുകൊണ്ടോ ചെറിയൊരു മഴ പെയ്തേ ഉള്ളൂ, അപ്പം തന്നെ കണ്ടില്ലേ വെള്ളം കുത്തി ഒലിച്ച് പോകുന്നത്. അങ്ങനെ ഒരുപാട് അരുവികളുണ്ട്. ഞാനീ കാണുന്ന വഴിയിലൊക്കെയാണ് നടന്നു പോകുന്നത്. ഒരു ലക്ഷ്യമൊന്നുമില്ല കേട്ടോ, ചുമ്മാ നടക്കുക. ആ വേലികൾ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ കമ്പൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് ക്യാരറ്റ് നടാനായിട്ടേ റെഡിയാക്കി ഇട്ടേക്കുന്നതാണ്. വഴിയിലൊക്കെ മൊത്തം ചെളിയായിട്ടുണ്ട്, ചവിട്ടിക്കഴിഞ്ഞാൽ തെന്നിപ്പോവും, ചെളിയിൽ താന്നു പോവും, അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ട്. ചേട്ടാ പണിയിലാണോ? ഇവിടെ എന്താ നടുന്നത്? ക്യാരറ്റ്. ആ, ഇത് നട്ടിട്ട് എടുത്തതല്ലേ, വിളവെടുത്തതല്ലേ? വിത്ത്, ഇതിന്റെ വിത്താണോ നടുന്നത്? വിത്തൊന്ന് കാണിക്കുമോ? ഇല്ലല്ലേ. ആ, ഓക്കെ. ആ, ഇതുണ്ടോ ഇങ്ങനെയുള്ള ചെറിയ ടില്ലർ അല്ലേ, പവർ ടില്ലർ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആ കാണുന്നതൊക്കെ ക്യാബേജ്. ആ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ നില ഉഴുതു മറിക്കുന്നത്. അതിൻ്റെ ബ്ലേഡ് കണ്ടില്ലേ? ഇതിനൊക്കെ എന്നാ വില വരും? 50,000 രൂപ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ മഴക്കോട്ടിൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു കാറ്റടിച്ച് തന്നെ തലേന്ന് പറന്നു, തല മൊത്തം നനയും. പിന്നെ നമ്മുടെ ക്യാമറയും സംഭവങ്ങളൊക്കെ നനയാതിരിക്കും. അതാണ് മെയിനായിട്ടും കോട്ടൊക്കെ ഇടുന്നത്. അല്ലെങ്കിൽ നനഞ്ഞെങ്കിൽ പോലും ഉള്ളൂ. മഴയത്ത് നനയാൻ ഒരു പ്രത്യേക സുഖമാണ്. ഇനി മഴക്കാലമാണ്, മൊത്തം നനയേണ്ട വരും. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി പല നിറങ്ങളൊക്കെ പൂശി. ഇതൊക്കെ ഈ കമ്പനിയുടെയാണ്. കമ്പനി ഇവർക്ക് ഇതെല്ലാം ഇവിടെ കാണുന്ന എല്ലാ പ്രോപ്പർട്ടിയും ഈ കമ്പനിയുടെയാണ്. എനിക്ക് ഈ ഗ്രാമത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വേലികളാണ് കേട്ടോ. എല്ലാ വേലികളും വ്യത്യസ്തമായിട്ടുള്ള വേലികൾ, കൂടുതൽ ഇങ്ങനെയുള്ള മരക്കമ്പുകളൊക്കെ വെച്ച് നിർമ്മിച്ചേക്കുന്നതാണ്. അതിൽ കൂടെ ഈ ചെടികളൊക്കെ ഏറ്റി വിട്ടിട്ടുണ്ട്. നമ്മുടെ കൊങ്ങണിപ്പൂവും
അങ്ങനെയുള്ള ചെടികളൊക്കെ വളർന്ന് ശരിക്കും അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും കാണാൻ പോലും പറ്റില്ല കേട്ടോ. അങ്ങനെ മൊത്തം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്ന പോലെയാണേ. അങ്ങനെ എല്ലാ കൃഷിയിടങ്ങളും അതെ, ചെറിയൊരു പോർഷനാണെങ്കിൽ പോലും അത് ചുറ്റും വെയിൽ കെട്ടി അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയേക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഇറച്ചിയൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഇതിനുള്ളിൽ തന്നെ ഒരു ഇറച്ചിക്കടയുണ്ടേ. ചിക്കനും മട്ടണും അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. ചിക്കൻ, മട്ടൺ, ബീഫ്, ആ എല്ലാ ഇറച്ചിയും കിട്ടും. ഞായറാഴ്ചകളിൽ മാത്രം മട്ടൺ. ആ ആ ആ പുറത്തുനിന്ന് ആരെങ്കിലും വരുമോ മേടിക്കുക? അതെ, ഇവിടെ ഉള്ളവരൊക്കെ മാത്രമേ ഉള്ളൂ? പുറത്തുനിന്നുള്ളവരും വരുമോ? അതെ അല്ലേ. ആ 250 കിലോ ആ ഒരു ദിവസം വിൽക്കുന്നത്. അതായത് എല്ലാം കൂടെ ഉൾപ്പെടെ. പട്ടി ഇറച്ചിയുടെ കഷ്ണങ്ങളൊക്കെ കടിച്ചു പറിച്ച് തിന്നണ്ടില്ലേ. ഈ ഗ്രാമത്തിൽ എവിടെ നോക്കിയാലും മൊത്തം വേലിമയം തന്നെയാണ്. കൃഷിയിടങ്ങളിൽ മാത്രമല്ല, ഈ ലയങ്ങളുടെയൊക്കെ മുന്നിലും ഇങ്ങനെ വേലി കെട്ടി തിരിച്ചേക്കുവാണ് കേട്ടോ. അതിലൊക്കെ നല്ല രസമുള്ള ചെടികളൊക്കെ വളരുന്നുണ്ടല്ലേ. അതൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ. കുറേ വർണ്ണങ്ങളൊക്കെ പൂശിയിട്ട് ഇതൊക്കെ ഒന്നിലധികം ഫാമിലികൾ താമസിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത്. അതുപോലെ ഈ ചാക്കിൽ കണ്ടില്ലേ, ഇതൊക്കെ ഈ ചാണകമാണ്. ഈ പച്ചക്കറികൾക്കൊക്കെ വളമായിട്ടിടാനായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മഴ നല്ല രീതിയിൽ ശക്തി പ്രാപിക്കുകയാണല്ലോ. എന്തായാലും മഴ അങ്ങനെ പെട്ടെന്ന് കുറയുന്ന ലക്ഷണമൊന്നുമില്ല. ഇത് ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാവേ. തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇവിടേക്ക് വന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ സംസ്കാരം പതുക്കെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് പറിച്ചു നട്ടു. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണാം. പ്രത്യേകിച്ച് തമിഴ് ശൈലിയിലുള്ള അമ്പലങ്ങൾ കണ്ടോ. തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്ന പോലെയുള്ള അമ്പലങ്ങളാണ് ഇവിടെ. അതുപോലെ തന്നെ മൂന്നാറിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടുതലും ഉള്ളത്. പിന്നെ മതിലൊക്കെ ഉണ്ടല്ലേ, തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെയൊക്കെ മതിലല്ലേ ഇങ്ങനെയൊക്കെ വരച്ച് വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, ഗേറ്റ് അടച്ചിട്ടേക്കുവാണ്. ഇവിടെ ഒരു സ്ഥലത്തേക്ക്, നമ്മളിവിടെ കാണുന്ന ഒരു സ്ഥലത്തേക്ക് അങ്ങനെ നമുക്ക് കയറാൻ പറ്റില്ല. ഇങ്ങനെ വേലി കെട്ടിയൊക്കെ മറച്ച് വെച്ചേക്കുമായിരിക്കും. ഇതിലൊരു തോടൊക്കെ ഒഴുകി വരുന്നുണ്ടേ. മഴ പെയ്തുകൊണ്ട് തന്നെ കലങ്ങി മറിഞ്ഞാണ് വെള്ളം വരുന്നത്. ദൂരം ഓസാണ് കിടന്നു പോകുന്നത്. നോക്കി, ഈ തോട്ടിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്. ഇവിടെ ഈ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ തോട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. കണ്ടില്ല, ഇഷ്ടം പോലെ ഓസുകളൊക്കെ ഇട്ടേക്കുന്ന കാണാം. ഇതിങ്ങനെ ഒരുപാട് അരുവികൾ നമുക്ക് കാണാം കേട്ടോ ഇതിനുള്ളിൽ. അതൊക്കെ ഒഴുകി എവിടെയെങ്കിലും പോയി വലിയ തോടുകളും പുഴകളൊക്കെ ആയിട്ട് അങ്ങനെ മാറും. ഈ ഒരൊറ്റ മഴ പെയ്തേ ഉള്ളൂ, എന്തോരം വെള്ളച്ചാട്ടങ്ങളാണ് നോക്കിയാൽ മലയുടെ മേളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ടല്ലോ. ഏറ്റവും ടോപ്പിൽ നിന്ന് ഒഴുകി വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയധികം വെള്ളം വരാനുള്ള ഒരു സാധ്യത ഇല്ലല്ലോ. ആ വെള്ളച്ചാട്ടം കറുംകുളം. ഓക്കെ, ആ വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞത് കറുംകുളം എന്നാ പേരല്ലേ. അവിടേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല, പെർമിഷൻ ഇല്ല അല്ലേ. അത് ഇത്ര നേരം ആ വെള്ളച്ചാട്ടം ഇല്ലായിരുന്നു. ആ മഴ ആ ഹാ ഹാ കുളം ഉണ്ടല്ലേ. ആ അവിടെ ഒരു കുളം ഉണ്ട്. ആ കുളം വെച്ച് വരുന്നതെന്ന് പറഞ്ഞത് കറുംകുളം അല്ലേ. ആ ഹാ 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 ശരി ശരി. പശുക്കളൊക്കെ മഴയിൽ നനഞ്ഞ് നടന്നു പോകുന്നു. നോക്കി, മണിയൊക്കെ ഇലക്കിയിട്ട്. അപ്പോൾ എല്ലപ്പെട്ടി ഗ്രാമത്തിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. കൊള്ളാലോ. ഇവിടെ കുറേ സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബെഞ്ച്, അതുപോലെ അവിടെ ഒരു ബെഞ്ച്, ഇവിടെ കുറേ പൂച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഈ മരക്കഷ്ണങ്ങൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാമം മൊത്തമായിട്ട് കണ്ട് ആസ്വദിക്കാം. അപ്പോൾ നല്ല മഴ പെയ്ത സമയത്ത് നമ്മൾ താഴെ ഇറങ്ങണം കേട്ടോ. ഇപ്പം മഴ അങ്ങ് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. കൃഷിയിടങ്ങളും അതുപോലെ ലയങ്ങളും അങ്ങനെ കംപ്ലീറ്റ് കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് ഇവിടെയൊക്കെ അങ്ങനെയുള്ള ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഈ കാണുന്ന വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലാം കേട്ടോ. താഴേക്ക് ഇറങ്ങി പോകാനായിട്ടുള്ളൊരു വഴിയാന്ന് തോന്നുന്നു. എന്തായാലും ആ ഗ്രാമത്തിലേക്കൊന്നും ഇനിയും പോകാൻ നിൽക്കുന്നില്ല. നടക്കാൻ കുറച്ച് റിസ്ക് ആണേ, ഈ മഴ പെയ്തുകൊണ്ടേ തെന്നിക്കിടക്കുമായിരിക്കും. ഇതൊക്കെ എന്തോരം ചെടികളാന്ന് നോക്കി. തെന്നുന്ന ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അടിപൊളി, ഒന്നും പറയാനില്ല കേട്ടോ.
ചെറിയ മഴയും കൂടെ പെയ്തുകൊണ്ടേ കുറച്ചുകൂടെ കാഴ്ച അടിപൊളിയാണ്. മലയിൽ കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലേ. കാലിൽ തെന്നുന്ന ചെരുപ്പായിരുന്നുണ്ടായിരുന്നു, ഞാനവിടെ ഊരിയിട്ടു. ഈ പുല്ലിക്കോട് നടക്കുന്നതിന് തെന്നിപ്പോവും. ഇവിടേക്ക് പശുക്കളൊക്കെ മേയാനായിട്ട് വന്ന് നിൽക്കുന്നതാണ്. എൻ്റെ പൊന്നെ പറഞ്ഞ് തീർന്നില്ല, തെന്നിയിട്ടോ താഴെ പോയി കിടക്കും. അതിലൊരു തോടൊക്കെ ഒഴുകി പോകുന്നുണ്ടല്ലോ, നല്ല വെള്ളമായി തോട്ടിൽ, കലങ്ങി മറിഞ്ഞാണ് പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയായിരിക്കും കിടക്കണേ? ഇവിടെ വരെയാണോ വരാൻ പറ്റുള്ളൂ? ഇവിടേക്ക് വേലി കെട്ടി തിരിച്ചേക്കുവാണ് കേട്ടോ. ഓ, ഇപ്പോൾ വെയിലും വന്നു. ഇത്രയും സമയം ഈ മഴയും പെയ്ത് ഇങ്ങനെ മൂടിക്കിടന്നിട്ട്. ക്യാബേജാണ് നട്ടേക്കുന്നത്. ഓ, താഴെ ഒരു പാലം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പാലം വഴി നമുക്ക് അക്കരയ്ക്ക് കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം. പാലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ, ആ പാലത്തിലേക്ക് കിടക്കാൻ പറ്റില്ല. ഇവിടെ മൊത്തം വേലി കെട്ടി വെച്ചേക്കുവാണ്. പിന്നെ എന്താണ് ആ പാലം പണിത് വെച്ചേക്കുന്നത്? കണ്ടോ, മരപ്പാലാണ്. ആ പാലം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതെ, ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ, കണ്ടില്ലേ? അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പാലം വഴി ഉള്ളിലേക്ക് കയറാം. പക്ഷേ ഒരു കാരണവശാലും ഇവിടെ ഈ ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലേക്ക് നമുക്ക് പുറമേ നിന്നുള്ളൊരാൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല. സകല സ്ഥലങ്ങളും ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. കണ്ടോ, ആ മഴയുടെ ഒരു പരിണതഫലമാണ് ഈ കാണുന്നത്. തോട് നോക്കി ഭീകരാവസ്ഥയിലാണ് പോകുന്നത് കേട്ടോ, കലങ്ങി മറിഞ്ഞ്. അപ്പം ഞാൻ ഇറങ്ങുന്നത് കണ്ടിട്ട് ആ മേളിൽ നിന്ന് കുറേ പേരൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഈ സോളാർ ഫെൻസിങ് കൊടുത്തേക്കുവാണ്. ലൈവായിട്ട് തന്നെ അതിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടിക് 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 എന്ന് സൗണ്ട് കേൾക്കാം. അപ്പോൾ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. എന്തായാലും അടിപൊളി ഒരു പ്രദേശം, ഒരു മിനി സ്വിറ്റ്സർലൻഡൊക്കെ പോലെ ഉണ്ടേ. മഴ കഴിഞ്ഞുകൊണ്ടേ പ്രകൃതി അങ്ങ് എല്ലാ സൗന്ദര്യവും എടുത്തങ്ങ് നിൽക്കുവാണ്. എന്തായാലും ഇവിടെ ഇറങ്ങുന്നത് നല്ല റിസ്ക്കാന്ന് തോന്നുന്നു കണ്ടിട്ട്. അതങ്ങനെ വളഞ്ഞ് ഒഴുകി കഴിഞ്ഞ് പോകാം കേട്ടോ. ഓ, അന്യായ വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉയരുന്നതാണ് നല്ല മഴക്കാലം വരുമ്പോഴത്തേക്കും. കണ്ടില്ല, ആ തിട്ടായി കണ്ടില്ല ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോരുന്നത്. ഇതിപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ കലങ്ങി കിടക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കും. അന്നേരം അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ പുറകെ പിടിച്ചാൽ അവിടെ എത്തുമെന്ന് നോക്കിയാലോ. എന്തായാലും ഒരുപാട് ദൂരം അതിൻ്റെ പുറകെ പോകേണ്ടി വരും. അപ്പോൾ ബൈ ബൈ എല്ലപ്പെട്ടി ഗ്രാമം. മഴ തുറന്നു നിൽക്കുവാണ് ഇപ്പം. അടുത്ത മഴ ഉടനെ പ്രതീക്ഷിക്കുക. അതിന് മുമ്പ് ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. അപ്പോൾ അവസാനിക്കുവാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ. മഴയാർന്ന് ഇന്നത്തെ വില്ലൻ. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. നോക്കാം വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. നമ്മളെ താഴെ കണ്ട തോടില്ല, കലങ്ങി മറിഞ്ഞൊഴുകുന്ന തോട്. ആ തോടിങ്ങനെ നമ്മളെ പിന്തുടർന്ന് പോരും കേട്ടോ, ഇങ്ങനെ പാമ്പ് പൊളഞ്ഞു പോകുന്ന പോലെ. ഇതിങ്ങനെ ഒരുപാട് ദൂരം പോകുന്നുണ്ട്. മിക്കവാറും ഈ വെള്ളം ചെന്നെത്തുന്നത് ഞാനിങ്ങനെ വിചാരിക്കുവാണ് ഇതിൻ്റെ താഴെയാണ് കുണ്ടല ഡാമൊക്കെ വരുന്നത്. ആ ഡാമിലേക്കായിരിക്കും. അല്ലാതെ പിന്നെ ഈ വെള്ളം എവിടെ പോകാനാണ്? അതുപോലെ തന്നെ ആ മലയിൽ കാണുന്ന ആ വെള്ളച്ചാട്ടം, അവിടെ പെയ്യുന്ന വെള്ളം എല്ലാം ഈ തോട്ടിലേക്ക് വന്നിട്ട് ഒഴുകി ആ ഡാമിലേക്ക് എത്തുമായിരിക്കും. ഈ വെള്ളം എന്തായാലും ചെന്നൊരു സ്ഥലത്തേക്ക് എത്തണമല്ലോ. വെള്ളം അങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റോപ്പായി പോകില്ലോ. മിക്കവാറും അങ്ങനെ തന്നെ ആവാനാണ് വഴി എന്ന് ഞാനിങ്ങനെ കരുതുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ശരി വയ്ക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് ഇത് ഇവിടെ കാണുന്നത്. ആ തോട് ഒഴുകി വന്ന് ഇത് ഈ പാലത്തിൻ്റെ അടിയിലൂടെ പോയി കണ്ടോ കുണ്ടല ഡാമിൻ്റെ റിസർവോയറിലേക്ക് ചെല്ലുവാണ് കണ്ടോ. അപ്പോൾ ഇവിടുന്ന് കുണ്ടല ഡാമിൻ്റെ റിസർവോയർ ആരംഭിക്കുകയാണ്. അപ്പോഴാ തോടൊഴുകി കലങ്ങി മറിഞ്ഞ് പതഞ്ഞ് കുണ്ടല ഡാമിൻ്റെ റിസർവോയറിലേക്ക് പ്രവേശിക്കുന്നത് കാണാം നമുക്കിവിടെ. കണ്ടോ, വെള്ളം കണ്ടില്ലേ, പതഞ്ഞ് ചെളിയായിട്ട്. അതങ്ങനെ വെള്ളം ക്ലിയറായിട്ട് വിശാലമായൊരു വെള്ളക്കെട്ടായി രൂപാന്തരപ്പെടുകയാണ്. അത്രയും നേരം മെലിഞ്ഞൊഴുകി വന്ന തോട്. ഈ ഒരു തോട് മാത്രമായിരിക്കില്ല കേട്ടോ, വേറെ ഡയറക്ഷനിൽ നിന്നും വേറെയും പല തോടുകളിൽ നിന്നൊക്കെ വെള്ളം ഈ ഒരു റിസർവോയറിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവും. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ തോടിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ആ മലയില്ല, വലിയ മലയുടെ മേളിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പം ഇത് ഒരു അത് അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ആരംഭം എവിടെ നിന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ആ തോട് നമ്മൾ കണ്ട ഒരു തോട് ഇത് ഇവിടേക്കാണ് വന്ന് ചേരുന്നത് കേട്ടോ.